ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് ഗോകുലം മോട്ടോഴ്സിലാണ്, നമ്മുടെ മരടിലുള്ള ഷോറൂമിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് വെഹിക്കിൾ ആയിട്ടുള്ള ടാറ്റയുടെ കർവ് EV ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, യെസ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഡിസൈനിലേക്ക് വരാം. ആദ്യമേ തന്നെ ആ ഒരു ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പക്ക ഒരു മാസീവ് ലുക്ക് തന്നെയാണ് വെഹിക്കിളിന്റെ ഒരു ഫ്രണ്ട് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസിയൊക്കെ ആണെങ്കിലും. പിന്നെ നമുക്ക് ഈ ഒരു ഫേസിയ കോമൺ ആണ്. ഇപ്പൊ നമ്മുടെ ടാറ്റയിലൊക്കെ വരുന്ന എല്ലാ വെഹിക്കിളിന്റെ ആ ഒരു ലൈനപ്പിൽ വരുന്ന വെഹിക്കിളിലെല്ലാം നമുക്ക് ഈ ഒരു കണക്റ്റഡ് ഒരു DRL ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇപ്പം മറ്റുള്ള ടാറ്റയുടെ വെഹിക്കിൾസിലൊക്കെ വരുന്ന ഒരു ഇതാണ്. പക്ഷെ ഓവറോൾ ഞാൻ പറഞ്ഞത് ഓവറോൾ ആ ഒരു ഡിസൈനിൽ, പിന്നെ ഒരു വണ്ടിയുടെ ഒരു സ്റ്റാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നല്ല ഒരു ലൈൻസ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഒരു ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്കൊരു ബൾജിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. രണ്ട് സൈഡിലും അത് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കണക്റ്റഡ് DRLs കൊടുത്തേക്കുന്നത് കാണാം. ഇത് നമുക്ക് ആ ഒരു വെൽക്കമിങ് ആൻഡ് ഗുഡ് ബൈ ഫീച്ചർ വരുന്ന രീതിയിലുള്ള ഒരു DRLs ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കർവിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ SUV കൂപ്പയാണ്. അത് നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു SUV കൂപ്പെ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ പിന്നെ ആ ഒരു SUVക്ക് വേണ്ട ഒരു ഫ്രണ്ട് ലുക്ക് തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. പക്ക ആ ഒരു മാസീവ് ഒരു മസ്കുലിൻ ലുക്ക് തരുന്ന ഫീലാണ് നമുക്ക് ആ ഒരു വെഹിക്കിളിന്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് കാണാം. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഈ ഒരു നല്ല ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു എലമെന്റ്സ്, ആ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ്. ആ ഒരു ഫ്രണ്ട് ലുക്കിൽ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഈ ഒരു ഭാഗമാണ്, ആ എയർ ഡാമിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് സെൻട്രലി നമുക്ക് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വെഹിക്കിളിന്റെ ഓവറോൾ നമുക്ക് ഒരു ഫ്രണ്ട് ലുക്ക് ഒക്കെ ആണെങ്കിലും, പിന്നെ ഈ ഒരു കളർ ആണെങ്കിലും, അതിന്റെ ഒരു പെയിന്റ് ക്വാളിറ്റി ആണെങ്കിലും ഒരു രക്ഷയില്ല. നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിലാണ് വെഹിക്കിൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ. അതിന്റെ ഒരു പെയിന്റ് ക്വാളിറ്റി ആണെങ്കിലും മൊത്തത്തിൽ നമുക്ക് ബോഡിയുടെ ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ ആണെങ്കിലും അതിന്റെ ഒരു പാനൽ ഗ്യാപ്സ് പോലും ഇല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈനൊക്കെ ഒരു രക്ഷയില്ലെന്ന് പറയാം. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ എടുത്തു പറയണം. പിന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ടാറ്റയുടെ വെഹിക്കിളിലെല്ലാം ഫ്രണ്ടിലാണ് നമുക്ക് ആ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. അത് നമുക്ക് ഇലക്ട്രിക്കലി അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് ഫ്രണ്ട് ഡിസൈനിനെ പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് ലെവൽ 2 ADAS ഫീച്ചർ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു സെൻസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു കളർ എന്ന് പറയുന്നത് വെർച്വൽ സൺറൈസ് എന്നാണ് ഈ ഒരു കളറിന്റെ പേര്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു SUV കൂപ്പെ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന വെഹിക്കിളാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ആദ്യമേ നമുക്ക് ആ ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ. അതാണ് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SUV കൂപ്പെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകുന്നത്. ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു റൂഫ് ലൈൻ, അതാണ് ഈ SUV കൂപ്പെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൂപ്പെ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ നമുക്കൊരു SUVയുടേതായ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ നമുക്ക് ആ SUVയുടേതായ മാനറിസങ്ങളും ഒക്കെ തരുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. അതാണ് SUV കൂപ്പെ എന്നുള്ള ഒരു മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ വെഹിക്കിളിന്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് ഡിസൈൻ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4310 mm ആണ് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത്. പിന്നെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു വീൽ ബേസ് വരുന്നത് 2560 mm ആണ് വീൽ ബേസ് വരുന്നത്. നല്ലൊരു വീൽ ബേസ് ആണ് വെഹിക്കിളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ അത്രയും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ കണ്ടെത്താൻ പറ്റും. പിന്നെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 186 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. നല്ല ഒരു ഹൈറ്റ് നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോ ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് 55 കിലോവാട്ട് വരുന്ന എംപവേർഡ് പ്ലസ് എ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നമുക്ക് 5 വേരിയന്റ് ആണ് നമുക്ക് വെഹിക്കിൾ വരുന്നത്. അതായത് ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് പ്ലസ്, പിന്നെ നമുക്ക് എംപവേർഡ് വരുന്നുണ്ട്, എംപവേർഡ് പ്ലസ് എ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ്. അങ്ങനെ 5 വേരിയന്റ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്.
പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിൽ ആദ്യം തന്നെ വേറെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് വീൽസ് ആണ് നമുക്ക് വരുന്നത്, അലോയ് വീൽസ് ആണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു ഇവിക്ക് വേണ്ട ആ ഒരു ഡിസൈനിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു എയറോഡൈനാമിക് ഫീൽ വരുന്ന രീതിയിൽ തന്നെയുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുക്കുന്നത്. വളരെ അട്രാക്റ്റീവും സ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ വീല് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാഡിങ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അങ്ങനെ വെഹിക്കിളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് ആ ഒരു ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് മിറേഴ്സിൽ കാണാൻ പറ്റിയ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. .tv എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. റിക്വസ്റ്റ് സെൻസർ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇതൊരു ഇലിമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആയതുകൊണ്ട് നമുക്ക് ഡോർ ഹാൻഡിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും പെട്ടെന്ന് തന്നെ. ബി പില്ലർ വന്നിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്കും ഈ ഒരു സൺറൈസ് വെർച്വൽ സൺറൈസ് എന്ന് പറയുന്ന കളറിൽ ഈ ഒരു ബ്ലാക്കും ഈ ഒരു ബ്ലൂ പോലത്തെ ഒരു ഫിനിഷും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. അതൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്നുണ്ട്. നമുക്ക് പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് വെഹിക്കിൾ. അത് നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിങ്സ് റണ്ണിംഗ് ബോർഡൊക്കെ നമുക്ക് അവിടെയും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ക്യാരി ഫോർവേഡ് ആയിട്ട് ഈ രീതി വരുന്നുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ് രീതിയിൽ തന്നെയാണ് ഈ ഒരു വീൽ ആർച്ചസ് കൊടുത്തേക്കുന്നത്, അതിന്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഉണ്ട് SUV കൂപ്പയുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു റിയർ ഡിസൈൻ ആണെന്ന് എടുത്തു പറയണം. ഭയങ്കര ഒരു പ്രീമിയം വെഹിക്കിളിന്റെ ഒരു ഫീൽ എല്ലാ രീതിയിലും തരുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ റിയർ ഡിസൈനിലേക്ക് പറയുമ്പോൾ. വളരെ സ്പോർട്ടി ഫീലും തരുന്നുണ്ട്, ഒപ്പം ആ ഒരു പ്രീമിയം ഫീലും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു മുകളിൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ള രീതിയിലൊരു സ്പോയിലർ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മുകളിലൊരു ഷാർക്ക് ഫിന്നാൻ്റെ ഉണ്ട്. ഡിഫോർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ടാറ്റയുടെ ഒരു ലോഗോ കൊടുത്തേക്കുന്നതാണ്. ഇവിടെ curve.ev എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ലെറ്ററിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിവേഴ്സ് ലാമ്പും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വെഹിക്കിളിൽ വന്നേക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബമ്പർ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സെൻസേഴ്സും കാണാം. ഫ്രണ്ടിലും ബാക്കിലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ സ്കിഡ് പ്ലേറ്റ് വന്നേക്കുന്ന ആ ഒരു സാറ്റിൻ സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കെർവിന്റെ ഒരു കീ ഫോബ് എന്ന് പറയുന്ന ഇതാണ്. ഇപ്പം വളരെ ഭയങ്കര ഒരു പ്രീമിയം ഒരു കീ തന്നെയാണെന്നാണ് എടുത്തു പറയേണ്ടത്. കീ ഫോബ് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതിൽ നമുക്ക് ഒരു ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിക്കി ഓപ്പണർ ഉണ്ട്. നമ്മുടെ ഫോളോ മീ ഹോം അതിന്റെ ഫോളോ മീ ലാമ്പിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ബട്ടൺസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു ഫെദർ ടച്ച് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കീ ഒരു രക്ഷയില്ല. ഇപ്പം നമ്മുടെ ടാറ്റയുടെ മറ്റുള്ള മോഡൽസിന് ഇങ്ങനത്തെ കീ ആക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ കീ ഫോബ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. ഡിക്കി ശരിക്കും പറഞ്ഞാൽ 3 രീതിയിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് ഈ റിമോട്ടിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഗസ്റ്റർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റർ കൺട്രോൾസ് വഴിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടാ വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു EV എന്നുള്ളതിന്റെ ഒരു ബാഡ്ജിങ് താഴെ തന്നെ നമ്മൾ ലെഗ് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആവും, ഇലക്ട്രിക്കലി ഓപ്പൺ ആവും. നമുക്കൊരു 500 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണെന്ന് തന്നെ എടുത്തു പറയേണ്ടതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഹുക്ക് കൊടുത്തേക്കുന്നത് കാണാം. 2 ഹുക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു ആ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. നിങ്ങൾ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾസിനൊക്കെ ആ ഒരു അത്രയും ഒരു സ്റ്റോറേജ് മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ എടുത്ത് വെക്കാൻ പറ്റും. 2 സൈഡിലും നമുക്ക് ഹുക്സ് കൊടുത്തേക്കുന്നത് കാണാം. മൊത്തം 4 ഹുക്കോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ JBLന്റെ ഒരു സബ് വൂഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാഴ്സൽ ട്രെയും നമുക്ക് വരുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞ പോലെ ഉണ്ട്. ഇവിടെ ഇവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേണേൽ ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും.
യെസ്, അപ്പൊ എക്സ്റ്റീരിയർ ഡിസൈൻ ഇത്രയാണ്. നമുക്ക് ഇനിയിപ്പോ ഇന്റീരിയറിലെ വിശേഷങ്ങളോടെ ചെക്ക് ചെയ്യാം. ഓക്കെ. യെസ്, അപ്പൊ നമ്മുടെ ടാറ്റ കെർവിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലെന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര ഒരു പ്രീമിയം ഫീൽ ആണ് നമുക്ക് വെഹിക്കിളിനോട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല. ആ ഒരു എന്താ പറയാ, നമുക്ക് എങ്ങും ഒരു ഒരു എന്താ ഫിറ്റ് ആൻഡ് ഫിഷിന്റെ ഒരു ഒരു കുറവോ ഒന്നും ഒരു രീതിയിലും പെടത്തില്ല. അത്രയ്ക്ക് ഒരു പ്രീമിയം ഒരു വെഹിക്കിളിനകത്ത് കയറിയിരിക്കുന്ന ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ പാനൽ ഗ്യാപ്പുകളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഡാഷിന്റെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും കളർ കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സെന്ററിൽ ഒരു സിൽവർ, ഒരു ഡാർക്ക് സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആഷ് കളർ കൊടുത്തേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഈ ഒരു വൈറ്റ് ഒരു ഫിനിഷ് കൊടുത്തേക്കുന്നത് ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു മൂഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 12.5 ഇഞ്ചിന്റെ ഈ ഒരു നമ്മുടെ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ ആണ് ഇതിന് നമ്മൾ ടാറ്റ പറയുന്നത്. ഇതിൽ നമുക്ക് 9 സ്പീക്കർ വിത്ത് സബ് ഊഫർ വരുന്ന ഒരു സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് JBLന്റെ. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ, നമുക്ക് അലക്സ കൊടുത്തേക്കുന്നത് കാണാം. ആർക്കേഡ് EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും അല്ലെങ്കിൽ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊന്ന് എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സമയം പോകാനൊക്കെ അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയുള്ള നമുക്ക് എല്ലാ ഫീച്ചേഴ്സും പറയുന്നത് EVയുടെ സ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഡിസ്ചാർജിങ് മോഡ് അല്ലെങ്കിൽ EVയുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് ടച്ചൊക്കെ വളരെ ആക്യുറേറ്റ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. മൂഡ് ലൈറ്റിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, നമുക്ക് ഈ സൺറൂഫിന്റെ ഈ ഒരു സൈഡിൽ കണ്ട് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒക്കെ ഒരു മൂഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിയോയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈക്വലൈസർ കൊടുത്തേക്കുന്നത് കാണാം. അതിന്റെ പിന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ അല്ലെ ആ സ്പീക്കേഴ്സിന്റെ അതിന്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. JBL മോഡ്സ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു JBL ഞാൻ പറയില്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതിൽ നമുക്ക് ഓരോ മോഡുകൾ, നമുക്ക് ഇത്രയും മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. അക്വാസ്റ്റിക്, ബാസ് എൻഹാൻസർ, അങ്ങനെ കുറേ മോഡുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സിനെ പറ്റി ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാ ഫീച്ചർ നല്ല രീതിയിൽ കുത്തി നിറച്ചിട്ടിരിക്കുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC വെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. നല്ല അതിന്റെ ആ ഒരു നോബൊക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഒരു രക്ഷയില്ല. നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഫിജിറ്റൽ എന്നാണ് ടാറ്റ ഇതിനെ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിസിക്കലും ആ ഒരു ഡിജിറ്റൽ ഒരു രണ്ട് രീതിയിലുള്ള ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ ആ ഒരു ബട്ടന്റെ എല്ലാം നമുക്ക് ആ ഒരു ഡിജിറ്റൽ ഫീലിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്നാൽ പക്ഷേ നമുക്കിവിടെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഇപ്പം AC തന്നെ ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടച്ച് ചെയ്യുന്നത്. അതിനാണ് ഫിജിറ്റൽ എന്ന് കമ്പനി ഇതിനെ നമുക്ക് പറയുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം, USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്കൊരു Type-C 45 വാട്ടിന്റെ ഒരു പോർട്ടും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഒരു ഷിഫ്റ്റർ എന്നാണ് നമുക്ക് ടാറ്റ ഇതിനെ പറയുന്നത്. അതും ഒരു രക്ഷയില്ല, പക്ക ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഗിയർ നോബും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്ക് മോഡും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. സിറ്റി, എക്കോ, സ്പോർട്ട് എന്ന് പറയുന്ന 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു സെന്റർ കൺസോൾ ഫുൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ്. നമ്മുടെ ആ ഒരു ടാറ്റയുടെ ലോഗോ ഒക്കെ ആ ഒരു
ഡിജിറ്റലി ആണ് കൊടുത്തേക്കുന്നത്. ഒരു നമുക്ക് ആ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ടെലിഫോണിക് സ്വിച്ചസ് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓഡിയോയുടെ വോളിയം കൺട്രോൾസിന്റെ ബട്ടൺസും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ മൊത്തത്തിൽ നല്ലൊരു സോഫ്റ്റ് ടച്ച് ലെതറായിട്ടുള്ള ഒരു ഫീലാണ് കൊടുത്തേക്കുന്നത്. ഒരു വൈറ്റും ആ ഒരു ഗ്രേ ടോണും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഡാർക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീനാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് അഡാസിന്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. TPMSന്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ എനർജി ഫ്ലോ ആണ് അത് കൊടുത്തേക്കുന്നത് കാണുന്നത്. നമ്മുടെ EV ആണെന്നുള്ള അതിൻ്റെ സ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയ നമ്മളിപ്പം റേഡിയോ FM അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേഷൻ ഏതാണെന്നൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. പിന്നെ നമുക്ക് നാവിഗേഷൻ ഫുള്ളി നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഒരു നമ്മളിപ്പം മറ്റേ നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെന്റിലേക്ക് നമുക്ക് നോക്കാതെ തന്നെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവാതെ തന്നെ നമുക്കിവിടെ നമുക്ക് നാവിഗേഷനൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻസ് മൊത്തം നമുക്കിവിടെ അറിയാൻ പറ്റും. മൊബൈലൊക്കെ പെയർ ചെയ്തിടുവാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ്. പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു IRV നമുക്ക് ഇലക്ട്രിക്കലുള്ള ഒരു IRV ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് റീഡിംഗ് ലാംപ്സ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഒരു LED ഒരു ഫിനിഷ് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൺറൂഫ്, പാനോറമിക് സൺറൂഫ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. കേട്ടോ, നല്ല വലുപ്പത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ പാസഞ്ചർ എയർ ബാഗ്സിന്റെ ഒക്കെ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് വേണ്ട ഈ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 2 പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പാഡൽ ഷിഫ്റ്റേഴ്സ് ആയിട്ടല്ല, റീജൻ നമുക്ക് വെഹിക്കിളിൽ സെറ്റ് ചെയ്യാൻ EV വെഹിക്കിൾ ആയതുകൊണ്ട് അപ്പോൾ അതിന്റെ ഒരു മോഡ് 3 രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സ്ക്രീനിലേക്ക് ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ കണ്ടോ, ഇവിടെ ഇപ്പം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ ഒരു റീജൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഫുള്ളി ലെതററ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല. ഈ 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് വെഹിക്കിളിൽ. പിന്നെ ഇതിന്റെ ഒരു കളർ ആണെങ്കിലും ആ ഒരു വൈറ്റും ഒരു ഗ്രേ ഫിനിഷും ആണ് ടോട്ടലി കൊടുത്തേക്കുന്നത്. പിന്നെ ഡ്രൈവർ സീറ്റ് വന്നിട്ട് നമുക്ക് 6-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ്. കോ ഡ്രൈവർ സീറ്റ് വന്നിട്ട് 6-way അഡ്ജസ്റ്റബിൾ തന്നെയാണ്, പക്ഷെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫുള്ളി നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് 2D ഓപ്ഷനും ഉണ്ട്, 3D ഓപ്ഷനും ഉണ്ട്. 3D ആകുമ്പോൾ നമുക്ക് കണ്ട് ഈ ഒരു വെഹിക്കിളിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് കണ്ടോ, വെഹിക്കിളിന്റെ സൈഡിലുള്ള എല്ലാം നമുക്കിങ്ങനെ ഓരോ സൈഡും നമുക്കെടുത്ത് കാണാൻ പറ്റും. അതൊക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പിന്നെ 2D ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ വെഹിക്കിളിന്റെ ഓരോ സൈഡും നമുക്ക് കാണാൻ പറ്റും. റിയർ, ഫ്രണ്ട്, ഇങ്ങനെ വളരെ നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 6 എയർ ബാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. ലെവൽ 2 അഡാസിൻ്റെതായിട്ടുള്ള ഫോർവേഡ് കൊളിഷൻ വാണിംഗ്, ഹൈ ബീം അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാം പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഡീറ്റെയിൽസിലോട്ടൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വെഹിക്കിളിന്റെ ഒരു ബാറ്ററി പാക്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 45 kWh ഒരു ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 55 kWh ബാറ്ററിയും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ വെഹിക്കിൾ വീഡിയോ ചെയ്തേക്കുന്ന ഈ വെഹിക്കിൾ 55 kWh ബാറ്ററി വരുന്ന ഒരു വെഹിക്കിളാണ്. ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 585 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. മറ്റേ 45 ആണെങ്കിൽ നമുക്കൊരു 502 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ബാറ്ററിയും അല്ലെങ്കിൽ ഒരു മോട്ടർ എന്ന് പറയുന്നത് ഒരു IP67 റേറ്റഡ് ബാറ്ററിയും മോട്ടറും ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സേഫർ ആയിട്ടുള്ള ഒരു ബാറ്ററിയും മോട്ടറും ആണെന്ന് തന്നെ പറയണം. പിന്നെ ഏറ്റവും പുതിയ ജനറേഷൻ മോട്ടറാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 185 PS പവറും 215 Nm ടോർക്കുമാണ് നമ്മുടെ ഈ ഒരു 55 kWh ബാറ്ററി വരുന്ന വെഹിക്കിളിന്റെ ഒരു പവർ എന്ന് പറയുന്നത്, പവർ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 45ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 150 PS പവറും 215 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 40
മിനിറ്റ് ആണ്. 40 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 80% നമ്മുടെ ബാറ്ററി ചാർജ് ആവും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ 1-2 ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അക്വാസ്റ്റിക് അലേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. അത് ഒരു അടിപൊളി ഒരു ഫീച്ചറാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ വെഹിക്കിൾ EV ആയതുകൊണ്ട് തന്നെ ഒട്ടും നോയ്സ് ആണില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സർവീസ് റോഡുകളിലോ അല്ലെങ്കിൽ ചെറിയ റോഡ്സിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പെഡസ്ട്രിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അപ്പോൾ അവരെ ഒന്ന് അലേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെഹിക്കിൾ ഈ ഒരു 20 കിലോമീറ്റർ പെർ സ്പീഡിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വെഹിക്കിൾ ചെറിയ നോയ്സ്, അതായത് ചെറിയ അക്വാസ്റ്റിക് സൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ ഈ വെഹിക്കിൾ എൻ്റർ ആവുന്നുണ്ടെന്നുള്ളത് അറിയിക്കുന്ന ഒരു അലേർട്ട് സിസ്റ്റമാണ്. ഒരു അടിപൊളി ഒരു അലേർട്ട് സിസ്റ്റമാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറൊരു വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ഒരു പിക്നിക് ഒക്കെ പോകുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ലയൻസസ്, എന്തെങ്കിലും ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, ചെറിയ മിനി ഫ്രിഡ്ജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂട്ടറോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നത്. പിന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറൊരു EV വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വെഹിക്കിളിന് ഒരു ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെഹിക്കിൾ നമുക്ക് ഇതിൽ നിന്ന് ആ വെഹിക്കിൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 ഓപ്ഷൻസ് എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ADAS ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്, 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS, EBD അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ADASന്റെ എല്ലാ ഫീച്ചേഴ്സും, ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ടോട്ടൽ ഒരു 20+ ഫീച്ചേഴ്സോളം ADAS ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറയുന്നത് ഒരുപാട് ലെങ്ത് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകാത്തത്. ഇത് ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. വളരെ നല്ല വലിപ്പത്തിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് എന്തെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം, പെന്ന് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ലാപ്ടോപ്പ് ഹോൾഡറൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അംബ്രല ഹോൾഡർ കാണാൻ പറ്റും. അവിടെ നമുക്കൊരു ആംബിയൻ ലൈറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് ആ ഡോറിലൊക്കെ കാണാം. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആ ഡോറിൽ കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കെർവിന്റെ റിയർ സീറ്റ് ആണ് ഇത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല, ഇതിപ്പോ ഞാൻ എന്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ്, സീറ്റ് ഇച്ചിരി ബാക്കിലോട്ടൊക്കെയാണ് ഞാൻ ഇറക്കി ഇട്ടേക്കുമായിരുന്നു. എന്നാൽ പോലും നമുക്ക് നല്ലൊരു നീ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിലും നീ റൂം ആണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് ഇടുന്നുണ്ട്. തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈനിങ് വന്നത്. ഈ സീറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു റേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു നല്ലൊരു ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നു. നല്ലൊരു ഷോൾഡർ സ്പേസ് കിട്ടുന്നുണ്ട്. 3 പേർക്ക് ഇപ്പൊ സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. എങ്കിലും പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 പേർക്ക് നമുക്ക് ഈ ഒരു ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. ആംബ്രസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു മോഡ്, പിന്നെ ഒരു ബാക്കിലോട്ടൊരു മോഡുകളുണ്ട്. ഇപ്പൊ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 2 മോഡിൽ നമുക്ക് ഈ ഒരു സീറ്റ് റിക്ലൈൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിന്റെ ബാക്കിലത്തെ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഐസോഫിക്സ് ആംഗ്രേജ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു റേസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ നമുക്കൊരു സെൻട്രൽ ടണൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒത്തിരി അത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും തരുന്ന രീതിയിലല്ല കൊടുത്തേക്കുന്നത്. ബാക്കിൽ നമുക്ക് ഇവിടെ 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു എയർ ഫ്ലോ ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ Type C പോർട്ടും കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ Type C പോർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു അത്യാവശ്യം നമുക്ക് നല്ല ഒരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു കൂപ്പേ SUV ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും ഒരു 5 ഫിംഗർ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം വളരെ നല്ല രീതിയിൽ നമുക്ക് ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നോക്കിയാൽ തന്നെ മനസ്സിലായി. ഇവിടെ ഒരു കർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഹെഡ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഷോൾഡർ സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഷോൾഡർ ലൈനൊക്കെ അതിന് താഴെ കൂടാണ് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരു വിസിബിലിറ്റിക്ക് ഒന്നും കട്ടാകുന്നൊന്നുമില്ല. റീഡിംഗ് ലാംപ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. മൊത്തത്തിൽ ഒരു പക്ക ഒരു പ്രീമിയം എന്ന് തന്നെ എടുത്ത് പറയണം. പക്ക പ്രീമിയം ആണ്. ഇന്റീരിയർ ഒരു രക്ഷയില്ല. ഇപ്പൊ നമുക്ക് ആ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തേക്കുന്നതും. പിന്നെ നമുക്ക് ആ ഒരു 2 ലിറ്റർ ബോട്ടിൽ വരെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഡോർ പോക്കറ്റ്സിൽ കാണാൻ പറ്റും. നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ നമ്മുടെ ആംബിയൻ ലൈറ്റ്സ് നമുക്ക് അവിടെയും പോയേക്കും നമുക്ക് കാണാം. ഈ ഡോറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആംബിയൻ ലൈറ്റ്സ്.
പിന്നെ നമുക്ക് ആ ഒരു സ്പീക്കർ ഞാൻ പറഞ്ഞ 9 സ്പീക്കർ സിസ്റ്റം വരുന്ന അതിന്റെ ആ സ്പീക്കർ സിസ്റ്റം ഒക്കെ അവിടെ കൊടുത്തേക്കുന്നതാണ്. മുകളിൽ നമ്മളൊരു ട്യൂട്ടർ സിസ്റ്റം കൊടുത്തേക്കുന്ന കാണാം. അപ്പൊ ഇത്രയാണ് നമുക്ക് റിയർ സീറ്റിലെ വിശേഷങ്ങൾ. യെസ്, നമുക്ക് ഇവിടെ നമുക്ക് ഒരു 11 ലിറ്ററോളം നമുക്കൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രങ്ക് എന്നാണ് നമുക്ക് ഇതിന് പറയുന്നത്. ഇതിൽ നമുക്കൊരു 5 kg മാക്സിമം വെയിറ്റ് ഉള്ള സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ ടാറ്റ കർവ് EVയുടെ വീഡിയോ ഇത്രയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെഹിക്കിളിന്റെ സംബന്ധമായിട്ട് എൻക്വയറി അല്ലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ശ്രീഗോകുലം മോട്ടോഴ്സിലെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഗോകുലം മോട്ടോഴ്സിന്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റോക്കും കാര്യങ്ങളും ബാക്ക് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഷോറൂം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പം കർവ് നോക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ അലോട്ട് ആയി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഗോകുലം മോട്ടോഴ്സിൽ. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.